ഏവർക്കും ദേവദാരുവിലേക്ക് സ്വാഗതം. 2025 മാർച്ച് മുതൽ ഈ നക്ഷത്രക്കാരെ ശനി ബാധിക്കുകയില്ല. ഏത് നക്ഷത്രക്കാരെയാണ്, എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. രാവും പകലും മാറി മാറി വരുന്നത് പോലെയാണ് ഏഴര ശനിയും കണ്ടകശനിയും മാറി മാറി വരുന്നത്. ശനി നേരെയും വക്രഗതിയിലും സഞ്ചരിക്കുന്ന ഒന്നാണ്. 2.5 വർഷമാണ് ശനി ഒരു സ്ഥാനത്ത് നിൽക്കുന്നത്. ബുധനും ശുക്രനും ശനിയുടെ മിത്രങ്ങളും വ്യാഴം സമനും സൂര്യനും ചന്ദ്രനും ശത്രുഗ്രഹങ്ങളുമാണ് എന്നാണ് വിശ്വാസം. ഇവയിൽ ഓരോന്നിനോടും കൂടി ശനി ചേരുമ്പോൾ ഭിന്നമായ ഫലങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഏഴര ശനി 7.5 വർഷമാണ്, കണ്ടകശനി 2.5 വർഷവും ശനിദശ 19 വർഷവുമാണ് സാധാരണ പറയാറ്. 2025 മാർച്ചിൽ ശനി കുംഭം രാശിയിൽ നിന്ന് മീനരാശിയിലേക്ക് മാറും. അപ്പോൾ കണ്ടകശനി അനുഭവിക്കുന്നവരുടെ ദോഷകാലം ഇതോടെ അവസാനിക്കുന്ന സമയമായി. 3-ലെ ശനി സ്ഥാനക്കയറ്റവും 6-ലെ ശനി പലവിധ സാമ്പത്തിക നേട്ടങ്ങളും 11-ലെ ശനി സർവാഭീഷ്ടങ്ങളും തരുന്ന ആണ്. അതിനാൽ ദോഷം മാത്രം തരുന്ന ഗ്രഹമാണ് ശനിയെന്ന് നാം ഒരിക്കലും കരുതരുത്. ശനിക്ക് അതുപോലെ തന്നെ ഗുണങ്ങളും ഉള്ള സമയമാണ്. 2025-ലെ ശനി മാറുന്ന കാരണം അതിൽ ഗുണകരമായിട്ട് ഏത് നക്ഷത്രക്കാർക്കൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം. ഈ മഹാശനി മാറ്റം അനുകൂലമാകുന്ന നക്ഷത്രക്കാർ ഇവരാണ്: ഇടവം, കാർത്തിക 3, 4, രോഹിണി, മകയിരം 1, 2. ഇവർക്ക് കണ്ടകശനി അവസാനിക്കുന്ന സമയമാണ്. 11-ലെ ശനി സാമ്പത്തിക നേട്ടം നൽകുന്ന ഒരു സമയമാണ് ഇനി വരുന്നത്. അടുത്തത് നമുക്ക് കർക്കിടകം, പുണർദം 1, 4, പൂയം, ആയില്യം, അഷ്ടമി. ഇവർക്കൊക്കെ കർക്കിടക രാശിയിൽ പുണർദം 1-ാം പാദവും 4-ാം പാദവും പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് അഷ്ടമി ശനി ഇവിടെ അവസാനിക്കുന്ന സമയമാണ്. സമയദോഷമൊക്കെ മാറി നല്ല കാലം വരുന്ന സമയമാണ്. അതുപോലെ ചിങ്ങൻ രാശിക്കാർക്ക് മകം, പൂരം, ഉത്രം 1-ാം പാദവും 4-ാം പാദം കണ്ടകശനി അവസാനിക്കുന്നു, സമയദോഷമൊക്കെ മാറുന്നു. തുലാം രാശിക്കാർക്ക് ചിത്തിര 1, 2, ചോതി, വിശാഖം 3, 4 പാദത്തിൽ 6-ലെ ശനി സാമ്പത്തിക നേട്ടമൊക്കെ നൽകുന്ന നല്ലൊരു സമയമാണ് ഇവർക്ക് ഈ കാലഘട്ടത്തിൽ ആരംഭിക്കാൻ പോകുന്നത്. അതുപോലെ വൃശ്ചികം രാശിയിൽ വരുന്ന വിശാഖം 1-ാം പാദവും 4-ാം പാദവും അനിഴം, തൃക്കേട്ട, കണ്ടകശനിയൊക്കെ അവസാനിക്കുന്ന ഒരു സമയമാണ്. വീട്ടിലൊക്കെ വളരെ സമാധാനമൊക്കെ ലഭിക്കുന്ന ഒരു അന്തരീക്ഷം ഇനി വന്നു ചേരും. അതുപോലെ മകരക്കുറുകാർക്ക് ഉത്രാടം, തിരുവോണം, അവിട്ടം 1-ാം പാദവും 2-ാം പാദവും 7-ര ശനി അവസാനിക്കുന്ന സമയമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഇവർക്ക് പരിഹാരം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ രാശിക്കാർക്കൊക്കെയാണ്, ഈ നാളുകാർക്കും ഇനിയിപ്പം ശനി ബാധിക്കത്തില്ല. അവർക്ക് നല്ല ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്ത ഒരു വീഡിയോയിൽ വരും വരെ നന്ദി, നമസ്കാരം.